ഹലോ, നമസ്കാരം. മൈ പ്രഷ്യസ് ടൂൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ 1992 റിലീസായ എൻ്റെ പൊന്നു തമ്പുരാൻ എന്നുള്ള സിനിമയിലെ പാട്ടാണ് പരിചയപ്പെടുന്നത്. ഈ സിനിമയുടെ സംവിധാനം A.T. അബു ആണ്. ഇതിന് മുമ്പുള്ളൊരു എപ്പിസോഡിൽ നമുക്ക് അനന്തനും അപ്പുക്കുട്ടനും ആനയുണ്ട് എന്നുള്ളൊരു സിനിമയിലെ പാട്ട്, തുമ്പപ്പൂവിൽ നിന്ന് തുടങ്ങുന്ന പാട്ട് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ആ സിനിമയുടെ സംവിധാനവും A.T. അബു ആണ്. പക്ഷേ ആ സിനിമ റിലീസായിരുന്നില്ല. പിന്നെ A.T. അബുവിൻ്റെ പ്രശസ്തമായൊരു മൂവി ഉള്ളത് ധ്വനിയാണ്. അത് പാട്ടുകളുടെ കാര്യത്തിൽ ഒരുപാട് ഹിറ്റായൊരു മൂവിയാണ്. നമുക്ക് ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ, ഈ സിനിമയുടെ സംഗീത സംവിധാനം സംഗീതത്തിൻ്റെ രാജശില്പി എന്നറിയപ്പെടുന്ന സാക്ഷാൽ ദേവരാജ മാഷാണ്. ദേവരാജ മാഷിൻ്റെയും വയലാറിൻ്റെയും കൂട്ടുകെട്ടിലിറങ്ങിയ ഒരു പാട്ടാണിത്. ഇത് ശരിക്കും ദേവരാജ മാഷും വയലാർ സാറും കൂടെ ഒരു ഡ്രാമയ്ക്ക് വേണ്ടി 1973 ഇറങ്ങിയ ഒരു ഡ്രാമയ്ക്ക് വേണ്ടി ചെയ്തൊരു പാട്ടാണ്. ഉദ്യോഗപർവം എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. ഈ സിനിമയിലേക്ക് ഈ പാട്ട് എടുത്തന്നേ ഉള്ളൂ. അതിലെ ലിറിക്സിൽ ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഈ സിനിമയിലേക്ക് എടുത്തിരിക്കുന്നത്. ഈ സിനിമയിലുള്ള ബാക്കി 3 പാട്ടുകൾ ചെയ്തിരിക്കുന്നത് ശരിക്കും വയലാർ സാറിൻ്റെ മകൻ വയലാർ ശരത്ചന്ദ്രവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൂവിയാണിത്. അപ്പം ദേവരാജ മാഷിൻ്റെയും വയലാർ സാറിൻ്റെയും കൂട്ടുകെട്ടെന്ന് പറയുന്നത് മലയാള സിനിമാ സംഗീതം നിലനിൽക്കുന്നിടത്തോളം കാലം അനശ്വരമായിട്ട് നിൽക്കുന്ന പാട്ടുകളാണതെല്ലാം. അപ്പം വയലാർ സാറിൻ്റെ മകൻ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് പാട്ടുകൾ എഴുതുന്നതും ദേവരാജ മാഷ് തന്നെ കമ്പോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു കൗതുകവുമാണ്, ഒരു സന്തോഷവുമാണത്. ഇപ്പം ദേവരാജ മാഷിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് സംഗീതം ചെയ്യുന്ന ഒരു രീതി, അദ്ദേഹം കർണാട്ടിക് മ്യൂസിക്കും ഹിന്ദുസ്ഥാനിയും നാടൻ പാട്ടും വെസ്റ്റേണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് ഓരോ കഥാസാഹചര്യം അനുസരിച്ച് അതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രില്യൻ. ഇതൊരു സത്യം പറഞ്ഞ ഒരു അനാവശ്യമായൊരു കാര്യമാണ് ഞാനീ പറയുന്നത്. കാരണം ദേവരാജ മാഷിൻ്റെയും വയലാർ സാറിൻ്റെയും കൂട്ടുകെട്ടിൽ ഇറങ്ങിയ പടങ്ങളുടെ ആ പാട്ടുകളെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുക എന്ന് പറയുന്നത് ഒരു അനാവശ്യമായ കാര്യമാണ്. അത് മലയാള സിനിമാ സംഗീതത്തെ ആസ്വദിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ അതിന് പകരമായിട്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് റെക്കോർഡുകൾ ഞാൻ പറയാം. അത് ഒരു പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു തലമുറയ്ക്കോ അല്ലെങ്കിൽ എന്നെക്കാളും ഏജുള്ളവർക്ക് ഒരു പക്ഷേ കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അറിയാതിരിക്കാം. ഞാനത് ശരിക്കും അടുത്ത ജനറേഷൻ ഒരു ഇൻഫർമേഷൻ ആയിട്ട് സെൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ അടുത്ത ഒരു ജനറേഷന് വേണ്ടി പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു ലിസ്റ്റ് പറയുന്നത്. ഞാനിതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഓർക്കാൻ പറ്റത്തില്ല. കാരണം ഒരു 5 റെക്കോർഡുകളുണ്ട് അദ്ദേഹത്തിന്. ഞാനത് വായിക്കാം. അതായത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾക്ക് സംഗീതം ചെയ്തിട്ടുള്ളത് ദേവരാജ മാഷാണ്. 343 ആണ് അതിൻ്റെ എണ്ണം. 343 സിനിമകൾക്ക് ദേവരാജ മാഷ് സംഗീതം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പാട്ടുകൾ മലയാള സിനിമയിൽ സംഗീതം ചെയ്തിരിക്കുന്നത് ദേവരാജ മാഷാണ്. 1734 പാട്ടുകൾ. ഈ നമ്പറുകളിൽ ചെറിയ വ്യത്യാസം ഒരുപക്ഷെ ഉണ്ടാകാം. ഞാൻ ഗൂഗിൾ ചെയ്തും വിക്കിപീഡിയയൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ എണ്ണത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകാം. പിന്നെ ദേവരാജ മാഷിൻ്റെയും വയലാർ സാറിൻ്റെയും കൂട്ടുകെട്ടിലാണ് ശരിക്കും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഒരു കൂട്ടുകെട്ടിൽ, അതായത് മ്യൂസിക് ഡയറക്ടറും ലിറിക്സിസ്റ്റും ആ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ഇറങ്ങുന്നത് ഈ കൂട്ടുകെട്ടിൽ തന്നെയാണ്. അത് 135 പാട്ടുകൾക്കാണ് ദേവരാജ മാഷും വയലാർ സാറും കൂടെ ആ കൂട്ടുകെട്ടിൽ പാട്ടുകൾ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ 755 പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ഇവരുടെ കോമ്പിനേഷനിൽ. 135 സിനിമ, 755 പാട്ടുകൾ. പിന്നെ കേരള സംസ്ഥാന അവാർഡ്, ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറിനുള്ള ആദ്യത്തെ കേരള സംസ്ഥാന അവാർഡ് 1969 നിശ്ചയിക്കുന്നത്. അത് ആദ്യത്തെ അവാർഡ് ദേവരാജ മാഷിനായിരുന്നു കിട്ടിയിരുന്നത്. പിന്നെ ഒരു പാട്ടുകാരനെ കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിപ്പിച്ച റെക്കോർഡും ദേവരാജ മാഷിനാണ്. അത് യേശുദാസ് സാറിനെ കൊണ്ടാണ് പാട്ട് പാടിപ്പിച്ചിരിക്കുന്നത്. 655 പാട്ടുകളാണ് യേശുദാസ് സാറ് ദേവരാജ മാഷിന് വേണ്ടി പാടിയിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഈ എണ്ണത്തിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ ഒരു പക്ഷേ വരുമായിരിക്കാം. പിന്നെ
ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമകൾക്ക് സംഗീതം ചെയ്തിരിക്കുന്ന, മലയാളത്തിലാണ് കേട്ടോ, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വർഷം സിനിമകൾക്ക് സംഗീതം ചെയ്തിരിക്കുന്നത് ദേവരാജൻ മാഷാണ്. 31 സിനിമകൾക്കാണ് അദ്ദേഹം ഒരു വർഷം സംഗീതം ചെയ്തിട്ടുള്ളത്. അത് 1977-ലാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു റെക്കോർഡുകൾ. പിന്നെ ഒരു അത്ഭുതമുള്ളൊരു കാര്യം, അദ്ദേഹത്തിന് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തവരുടെ പേരുകൾ ഞാൻ പറയാം. ഒന്ന് MK അർജുനൻ മാസ്റ്റർ, RK ശേഖർ, അത് RK ശേഖറിൻ്റെ മകനാണ് AR റഹ്മാൻ സാറ്, ഇളയരാജ, ജോൺസൺ മാഷ്, ഔസേപ്പച്ചൻ, AR റഹ്മാൻ സാർ വർക്ക് ചെയ്തിട്ടുണ്ട്, വിദ്യാസാഗർ, M ജയചന്ദ്രൻ. അപ്പോൾ ഈ ലിസ്റ്റ് അങ്ങ് നീളും. അപ്പം ഇവരൊക്കെയാണ് ദേവരാജൻ മാഷിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദേവരാജൻ മാഷും വയലാർ സാറും ഇവർ ശരിക്കും മലയാള സിനിമയ്ക്ക് അടിത്തറ ഉണ്ടാക്കി കൊടുത്ത, അല്ലെങ്കിൽ ഇപ്പം ദേവരാജൻ മാഷിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമികൾ, ദേവരാജൻ മാഷ്, MS ബാബുരാജ് മാസ്റ്റർ, രാഘവൻ മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ, പാട്ടുകൾ എഴുതുന്നതിൽ ONV സാറ്, വയലാർ സാറ്, ഭാസ്കരൻ മാഷ്, ശ്രീകുമാരൻ തമ്പി സാറ്, യൂസഫ് അലി കച്ചേരി സാറ്, ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഇവരൊക്കെ ഉണ്ടാക്കിയത്, ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മലയാള സിനിമയുടെ ഒരു അടിത്തറയുണ്ട്. അത് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് പിന്നീടുള്ള ജനറേഷന് ശരിക്കും അത്രയും ഭംഗിയുള്ള പാട്ടുകൾ, അതായത് ഇപ്പോൾ രവീന്ദ്രൻ മാഷായാലും ജോൺസൺ മാഷായാലും അവർക്കൊക്കെ അത്രയും ഭംഗിയുള്ള പാട്ടുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനമാകുന്നതുമൊക്കെ ഇവരുടെ ആ ഒരു ഇത്രയും ഞാനിപ്പോൾ പറഞ്ഞ ആ ആൾക്കാരുണ്ടാക്കിയ മലയാള സിനിമാ സംഗീതത്തിനുണ്ടാക്കിയ ആ ഒരു അടിത്തറയുടെ ഒരു ഉറപ്പാണത്. ശരിക്കും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമികളായിക്കോട്ടെ, ദേവരാജൻ മാഷായിക്കോട്ടെ, ബാബുരാജ് സാർ ആയിക്കോട്ടെ, ഇവർക്കൊരു കമ്പാരിസൺ ചെയ്യാനില്ല. ഇവർ ശരിക്കും മലയാള സിനിമാ സംഗീതം തുടങ്ങി വെക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അവർക്ക് ആ പാട്ടുകൾ എങ്ങനെ ചെയ്താലും മതി, കാരണം ആരും കമ്പയർ ചെയ്യാനൊന്നുമില്ല. ഇത് പഴയ പാട്ടുകളെക്കാട്ടിലും മോശമായി പോയല്ലോ എന്നൊന്നും പറയാൻ ആരുമില്ല, ഒരു കമ്പയർ ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഇവർ ചെയ്യുന്നത്, ഇത് ശ്രീകുമാരൻ തമ്പി സാർ ഒരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഇവരെല്ലാവരും പാട്ടുകൾ ചെയ്യുന്നത് ഇത് എന്നേക്കുമായിട്ട് നിലനിൽക്കണം, ഇത് എക്കാലവും നിലനിൽക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടു കൂടിയാണ് ഇവരെല്ലാ പാട്ടുകളും ചെയ്യുന്നത്. അതാണ് ആ ഒരു പാട്ടുകൾക്ക് അത്രയും ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ അത്രയും നിർബന്ധ ബുദ്ധിയാണ്, അത് നന്നാകണം എന്നുള്ളത് അവർക്കൊരു വാശി പോലെയാണ്. അപ്പം ആ വാശിയുള്ളത് കൊണ്ടാണ് ശരിക്കും അത്രയും അടിത്തറ, അത്രയും ഒരു മലയാള സിനിമാ സംഗീതത്തിന് അത്ര ഒരു അടിത്തറ സ്ട്രോങ് ആകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീടുള്ള ജനറേഷന് അത് എന്താണ് അവർ അടുത്ത ജനറേഷന് ശരിക്കും ഇവരുടെ പാട്ടുകൾ കമ്പാരിസൺ ആണ്, ഇവരുടെ പാട്ടുകളുടെ പോലെ നിൽക്കണം. അല്ലാതെ നമുക്ക് അടുത്ത ജനറേഷന് നമുക്ക് തോന്നിയ പോലെ പാട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവർ ചെയ്ത് വെച്ചതുമായിട്ടൊരു കമ്പാരിസൺ വരുമ്പോൾ ആ ലെവലിൽ പാട്ടുകൾ ഉണ്ടാക്കണമല്ലോ. അപ്പം അതിൻ്റെ ഒരു എന്താണ് മലയാള സിനിമാ സംഗീതത്തിൻ്റെ ഒരു ഭാവി തന്നെ നിർണ്ണയിക്കുന്ന മനുഷ്യരാണ് ഇപ്പം ഞാൻ പറഞ്ഞ ലിസ്റ്റിലുള്ള ആ ഒരു എന്താണ് പ്രഗത്ഭരെന്നോ എങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത്ഭുതങ്ങളാണ് ഈ മനുഷ്യർ, അല്ലേ? അവർ തുടങ്ങി വെച്ച ആ ഒരു പാതയാണ് ഈ ശരിക്കും മലയാള സിനിമാ സംഗീതം മുൻപിലേക്ക് എത്രയോ ഭംഗിയായി മുൻപിലേക്ക് സഞ്ചരിക്കുന്നത്. ഒരു അത്ഭുതം തന്നെയാണ് ഈ മനുഷ്യരൊക്കെ. ഒരു അത്ഭുതം എന്നല്ലാതെ വേറൊരു വാക്ക് അതിനില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഈ പാട്ട് ഏതായാലും ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് സിനിമയുടെ വിശേഷങ്ങളും കൂടെ പറയാം. സുഭഗേ സുഭഗേ നാമിരുവരുമീ സുരഭി സരസിൽ വിരിഞ്ഞു, ഉഷസൂ നീയോ ഉദയേന്ദുലേഖയോ ഒരു ചുംബനത്തിൽ പൊതിഞ്ഞു, അന്നെന്നെ ഒരു ചുംബനത്തിൽ പൊതിഞ്ഞു. സുഭഗേ സുഭഗേ നാമിരുവരുമീ സുരഭി സരസിൽ വിരിഞ്ഞു, ഉഷസൂ നീയോ ഉദയേന്ദുലേഖയോ ഒരു ചുംബനത്തിൽ പൊതിഞ്ഞു, അന്നെന്നെ ഒരു ചുംബനത്തിൽ പൊതിഞ്ഞു.
ആ നിമിഷം മുതൽ എൻ്റെ വികാരങ്ങൾ ആപാദമധുരങ്ങളായി. ആ നിമിഷം മുതൽ എൻ്റെ വികാരങ്ങൾ ആപാദമധുരങ്ങളായി. അവയുടെ പുളകോൽഗമങ്ങളിലായിരം അരവിന്ദമുകുളങ്ങൾ വിതിർന്നു, അരവിന്ദമുകുളങ്ങൾ വിതിർന്നു. സുഭഗേ സുഭഗേ നാമിരുവരുമീ സുരഭി സരസിൽ വിരിഞ്ഞു. ഉഷസൂ നീയോ ഉദയേന്ദുലേഖയോ ഒരു ചുംബനത്തിൽ പൊതിഞ്ഞു അന്നെന്നെ, ഒരു ചുംബനത്തിൽ പൊതിഞ്ഞു. സുഭഗേ. പാട്ടെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദേവരാജ മാഷിൻ്റെ പാട്ടൊക്കെയാണ് എടുത്ത് അതൊരു ആ ഒരു കാര്യത്തിൽ, ഞാൻ ഈ ചാനൽ തുടങ്ങിയ കാര്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനങ്ങനെ പാട്ട് പഠിക്കാത്ത ഒരാളാണ്. പാട്ട് പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ തന്നെ നിർബന്ധിച്ച് അച്ഛൻ എന്നെ പാട്ട് പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഞാൻ തന്നെ അത് ഉഴപ്പിക്കളഞ്ഞു. അന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് കളിച്ച് നടക്കാനാണല്ലോ താല്പര്യം. അപ്പം അങ്ങനെ ഞാൻ തന്നെ അത് ഉഴപ്പിക്കളഞ്ഞു. അതിനുശേഷം പിന്നെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടെ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ ഏതാണ്ട് ഒരു മാസം അല്ല 2 മാസത്തോളം പോയുള്ളൂ. അതിനുശേഷം അതും ഡ്രോപ്പായിട്ടായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു എന്താണ്, നമ്മളൊരു സ്വരമൊക്കെ ഇങ്ങനെ പാടി നോക്കിയിട്ടുണ്ടെന്നല്ലാതെ അല്ലാതൊരു സംഗീത പഠനം എന്ന് പറയാനായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം എന്നെ സംബന്ധിച്ച് പാട്ടുകളെന്ന് പറഞ്ഞാൽ, പാട്ടും സിനിമയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമുള്ളൊരു ആളാണ് ഞാൻ. അപ്പം എന്നെപ്പോലൊരാൾക്ക് അങ്ങനെ അത്രയൊരു ഭംഗിയായി പാടാൻ ഒരു പക്ഷേ അറിയാൻ മേലാത്ത ഒരാളെ സംബന്ധിച്ച്, ഞാൻ ഈ ചാനൽ തുടങ്ങിയത് കൊണ്ട് മാത്രം എനിക്ക് ഇപ്പം നിങ്ങളുടെ മുമ്പിലാണെങ്കിലും എനിക്ക് ആ പാടാനുള്ള എൻ്റെ ഒരു ചെറിയൊരു കഴിവ് വെച്ചിട്ട് എനിക്ക് ഈ പാട്ടുകളൊക്കെ ദേവരാജ മാഷൊക്കെ കമ്പോസ് ചെയ്ത, വയലാർ സാർ എഴുതിയ പാട്ടുകളൊക്കെ പാടാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ രവീന്ദ്ര മാഷിൻ്റെ ആയാലും ആരുടെ ആയാലും എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും ഈ അത്ഭുതങ്ങളായ ഈ പാട്ടുകൾ എനിക്ക് വേറൊരാളുടെ മുമ്പിൽ പാടി അവതരിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത്, അതുതന്നെയാണ് ശരിക്കും ഞാൻ ഈ ചാനൽ തുടങ്ങിയതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. അല്ലാതെ നമ്മളിപ്പം ഒരു മ്യൂസിക് ഡയറക്ടർ നമ്മളെ വിളിച്ച് പാടിപ്പിക്കില്ലല്ലോ. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് പാടാൻ പറ്റുന്നത്, ഇപ്പോൾ ഇവരൊക്കെ കമ്പോസ് ചെയ്ത പാട്ടുകൾ നമുക്കൊന്ന് പാടാൻ പറ്റുന്നത് ഒരു വലിയ സന്തോഷമാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, ഷെയറും ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മറന്നുപോയ പാട്ടുകൾ നിങ്ങൾക്കും അറിയാമെങ്കിൽ അതും ഷെയർ ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനത് പാടി അവതരിപ്പിക്കാം. പിന്നെ സിനിമയെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് അധികം ഈ സിനിമയെക്കുറിച്ച് പറയാൻ താല്പര്യം തോന്നുന്നില്ല. കാരണം പേഴ്സണലി എനിക്ക് ആ സിനിമ ഇഷ്ടമായില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ എനിക്കിഷ്ടമാകാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകാൻ പാടില്ലെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചവരുടെ മാത്രം ഒരു ലിസ്റ്റ് ഒന്ന് വായിക്കാം. ഇതിൽ ഉർവശിയുണ്ട്, സുരേഷ് ഗോപി, സിദ്ദിഖ്, ജഗതി, ഋഷഭാവ, ഇന്നസെൻറ്റ്, മാമുക്കോയ, പപ്പു, മാള അരവിന്ദൻ, സൈനുദ്ദീൻ, രാജൻ പി ദേവ്, പറവൂർ ഭരതൻ, ഫിലോമിന, ലളിതശ്രീ, എൻ എൽ ബാലകൃഷ്ണൻ. ഒരുപാട് നടന്മാരുണ്ട്. പക്ഷേ ഒരു കോമഡി സിനിമയൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കൊരു തൃപ്തി തോന്നിയില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. ഏതായാലും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ സിനിമ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ
മറന്നുപോയ ഒരു മറന്നുപോയൊരു പാട്ടുമായിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സോ ടേക്ക് കെയർ, ബൈ ബൈ.